ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ അടിച്ചുകൊന്ന കേസിലെ പ്രകോപന കാരണം വെളിപ്പെടുത്തി പ്രതി ഋതു. ഋതുവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള ജിതിൻ കഴിഞ്ഞ ദിവസം സഹോദരിയെക്കുറിച്ച് മോശമായി സംസാരിച്ചു എന്നാണ് ഋതുവിന്റെ മൊഴി. ഇതാണ് പ്രകോപന കാരണമെന്നും പ്രതി പറഞ്ഞു. കരുതിക്കൂട്ടിയുള്ള കൊലപാതകമെന്നാണ് എഫ്ഐആറിലും പറയുന്നത്. ഋതുവിന്റെ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട വേണു, ഉഷ, വിനീഷ എന്നിവരുടെ മൃതദേഹം പറവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ ഉടൻ ആരംഭിക്കും. സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. അതേസമയം ഋതുവിന്റെ ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയും ആസിഫ് മുഹമ്മദ് ചേരുകയാണ്. ആദ്യം സഹിനിലേക്ക്. സഹിൻ, എന്തായാലും കൊലപാതകത്തിന് ഒരു മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഋതുവിന്റെ മൊഴിയും സൂചിപ്പിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന അത് ഈ ചേന്ദമംഗലത്ത് ആ കൊലപാതകം നടന്ന വീടിനും ഒപ്പം തന്നെ കൊല നടത്തിയ ആളുടെ വീടിനും സമീപത്താണ്. ഈ രണ്ട് വീടുകളും തമ്മിൽ ഏറെക്കുറെ 3-4 കൂടി വന്നാൽ 10 മീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത വീടുകളാണ്. ഈ വീടുകൾ തമ്മിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി ചെറിയ തർക്കങ്ങളുണ്ടായിരുന്നു. ആ തർക്കങ്ങൾ നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആ കാണുന്ന CCTV ക്യാമറ അടക്കം ഈ വീട്ടിൽ ഘടിപ്പിക്കേണ്ടതായി വന്നത്. കഴിഞ്ഞ 1 വർഷം മുൻപ് ഋതുവും ഒപ്പം തന്നെ ഈ വീട്ടിലെ ഇന്നലെ കൊല ചെയ്യപ്പെട്ട വേണുവും തമ്മിൽ തർക്കം നടന്നിരുന്നു, ആക്രമണം നടന്നിരുന്നു. അതിനുശേഷമാണ് ഈ CCTV ക്യാമറ ഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ ഗേറ്റിനെ ചൊല്ലി, ഈ കാണുന്നത് പോലെ ഈ ഗേറ്റിനെ ചൊല്ലി, ഗേറ്റ് തകർത്തതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. അങ്ങനെ തർക്കം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് വേണുവിനെ അല്ലെങ്കിൽ വേണുവിൻ്റെ മരുമകൻ ജിതിൻ ഈ ഋതുവിൻ്റെ സഹോദരിയെക്കുറിച്ച് മോശമായി സംസാരിച്ചു എന്ന് ഋതു ആരോപിക്കുന്നത്. അതേ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇന്നലെ ഈ വീട്ടിലേക്ക് വരികയായിരുന്നു. വൈകുന്നേരത്തോടുകൂടി അവിടെ എത്തുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന 4 പേരെയും ആക്രമിക്കുകയാണ്. ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് താൻ കരുതിക്കൂട്ടി ആക്രമിക്കുന്നതിന് വേണ്ടി എത്തിയതാണ്. ജയനോട് ഇക്കാര്യം ചോദിക്കുക, അത് ജയനെ ആക്രമിക്കുന്ന സമയത്ത് ആര് തടസ്സം വന്നാലും അവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു തൻ്റെ ലക്ഷ്യമെന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴി തന്നെയാണ് പോലീസ് കരുതലിലെടുത്ത് അല്ലെങ്കിൽ പോലീസ് വിശ്വസിച്ചിരിക്കുന്നതും. കാരണം ഇതിൽ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നതായി പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഋതു ഈ കാണുന്ന ഭാഗത്ത് വേലിയുടെ ഈ ഭാഗത്ത് ഈ ആയുധം ഒളിപ്പിച്ചിരുന്നു. അതായത് ഇന്നലെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഇരുമ്പോടി ഇവിടെ ഒളിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇയാളുടെ കയ്യിൽ ഒരു കത്തിയും കരുതിയിരുന്നു. ഈ ഇരുമ്പ് വടി കൊണ്ട് ആക്രമിച്ച ശേഷം ഈ കത്തി ഉപയോഗിച്ച് ആ കുടുംബത്തിലെ ആളുകളെ കുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് കൃത്യമായി കൊല നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇയാൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇവിടെ പല ദിവസങ്ങളിലായി ഈ ജയൻ ഇറങ്ങുന്നതും കാത്ത് ഇയാൾ ഇവിടെ നിൽക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള മൊഴിയാണ് ഋതു നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഇയാൾ കടുത്ത ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നതും. കൂടാതെ ഇയാൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു. ആ ചികിത്സ സംബന്ധിച്ചും ആ പോലീസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് മലബാറിലെ ഒരു ആശുപത്രിയിലാണ് ഇത്തരത്തിലുള്ള മാനസികാരോഗ്യത്തിന് ചികിത്സ തേടിയിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ ഈ കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കം പല ഘട്ടങ്ങളിലും ഇവിടുത്തെ സമീപവാസികൾക്കെല്ലാം അറിയായിരുന്നു. ചേട്ടാ ഇവിടെ തന്നെയല്ലേ ഉള്ളത്? ചേട്ടാ ഇത് ഈ കുടുംബങ്ങളൊക്കെ തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല, ഇത് കേട്ടിട്ടില്ല. പക്ഷേ ഇവരെപ്പറ്റി ഭയങ്കര മോശം ഇതാണ് ഞങ്ങൾക്കുള്ളത്. എന്താണ് നിങ്ങൾ ലഹരിയൊക്കെ ഉപയോഗിക്കുമായിരുന്നു? ഇവൻ ശരിക്കും കഞ്ചാവാണ്. 24 മണിക്കൂർ കഞ്ചാവ് തന്നെയാണ്. നിരന്തരം കഞ്ചാവ് വലിക്കും. അത് കിട്ടിയിട്ട് അവൻ ഈ പ്രശ്നങ്ങളുണ്ടാക്കും. കഞ്ചാവ് കിട്ടിയില്ല പ്രശ്നം ഉണ്ടാക്കും. ഈ കുടുംബമായിട്ട് നേരത്തെ വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അവർ തമ്മിലുള്ള വഴക്കെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇയാള് ജയിലിലും കിടന്നിട്ടുണ്ടെന്നല്ല? ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പോലീസുകാരൊന്നും ഇയാളെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല? ശ്രദ്ധിക്കാന്നുള്ള മെൻ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ആ സർട്ടിഫിക്കറ്റ് ഇവനെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തള്ളമ്മ ഇന്ന് ഇറക്കിക്കൊണ്ടുവരും. ഇത് തന്നെ സംഭവം. ഇവനെന്ത് ചെയ്താലും തള്ളമ്മ അപ്പം ചെന്ന് ഇറക്കിക്കൊണ്ടുവരും. പോലീസുകാർ പോയി. അതുകൊണ്ട് പോലീസുകാർക്കും ചെയ്യുന്നതിന് ചില പരിമിതികളുണ്ടായിരുന്നു. ഒന്നുമില്ല. അവരോട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാനാണ്? ഇന്നലെ വൈകുന്നേരം ഇവനെ ആക്രമിക്കണമെന്ന് കരുതി കൂട്ടി തന്നെ ഇയാൾ അങ്ങോട്ട് പോയി തന്നെയാണ് വന്നത്.
അതിന് മുൻപ് ദിവസങ്ങളിലൊക്കെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അതിക്ക് മുമ്പ് പ്രശ്നങ്ങളുണ്ടായത് ഞാൻ ഉണ്ടായില്ല, ഞാനിവിടെ ഉണ്ടായില്ല, കുറച്ച് ദിവസം ഞാൻ ഉണ്ടായില്ല. അതുതന്നെയാണ് ഈ സമീപവാസികളും പറയുന്നത്. ഈ ഋതു എന്ന് പറയുന്ന ആൾ വലിയ കുഴപ്പക്കാരനായിരുന്നു എന്നുള്ളത് മാത്രം അങ്ങനെ തന്നെയാണ്. മറ്റൊന്ന് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്, ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. ആ പ്രദേശത്ത് ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില പരിമിതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ വീടാണ്, ഈ വീട്ടിലെ 3 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. ഒരാൾ ഇപ്പോഴും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കാണുന്ന പോലെ തന്നെ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ആ CCTV ഘടിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു. കാരണം ഈ ഋതു ഏത് സമയത്തും ആക്രമിക്കുമെന്നുള്ളത് ഈ കുടുംബക്കാർക്ക് അവർക്ക് അങ്ങനെ തന്നെ ആയിരുന്നു ബോധമുണ്ടായിരുന്നത്. കാരണം ഇയാൾ കഴിഞ്ഞ ഏതാനും നാളുകളുമായി ഇവരുമായി നിരന്തരം തർക്കിക്കുകയും നിരന്തരം പ്രശ്നങ്ങളിൽ അകപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ CCTV അടക്കമുള്ള കാര്യങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊലപാതകം നടത്തിയത് മുൻവൈരാഗ്യത്തോടെയാണ്. കടുത്ത വൈരാഗ്യം വേണുവിനോടും വേണുവിൻ്റെ കുടുംബത്തോടും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് FIR-ൽ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല മാരകായുധങ്ങൾ കരുതി ഈ കുടുംബത്തെ തകർക്കുക അല്ലെങ്കിൽ കുടുംബത്തെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് താൻ ഇവിടെ എത്തിയെന്ന് ഋതുവും മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. മാത്രമല്ല ആക്രമണത്തിന് ശേഷം ഋതു നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും പോലീസ് ഋതുവിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന തർക്കം, അതോടൊപ്പം സഹോദരിയെ ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമെന്നാണ് ഋതുവിന്റെ മൊഴി. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹൻ ആന്റണി. ആസിഫ് മുഹമ്മദ് ആശുപത്രിയിൽ നിന്നുകൂടി ചേരുന്നുണ്ട്. ആസിഫ്, ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയോ? ഇനി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ തുടങ്ങിയോ? വിശദാംശം. തീർച്ചയായും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ അല്പം മുമ്പാണ് അതിൻ്റെ നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ച് വരുന്നതേ ഉള്ളൂ. കാരണം 3 പേരെയും ഒരുമിച്ച് അടക്കം ചെയ്യാനുള്ള സ്ഥലമടക്കമുള്ളവ ഇപ്പോൾ ആലോചനയിലാണ്. നമ്മൾ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിൻ്റെ ഒരു പ്രതികരണം, ഇതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. നമുക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിൻ്റെ ഒരു ചെറിയൊരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ എടുക്കുകയും ചെയ്യാം. നമ്മളിതിപ്പോൾ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആലോചന നടന്നുകൊണ്ടിരിക്കും. വീട്ടുകാരായിട്ട് ഉച്ചയ്ക്ക് ബന്ധുവീടായിട്ടുള്ള കരിമ്പാടത്ത വീട്ടിൽ കൊണ്ടുവരും സഹോദരിയുടെ. അത് കഴിഞ്ഞിട്ട് മുരുക്കുംപാടം ശ്മശാനമാണ് ഇപ്പോൾ 3 പേരെയും ഒരുമിച്ച് സംസ്കരിക്കാനുള്ള ആലോചിച്ചേക്കണത്. അതും കൺഫേം ആയിട്ടുണ്ട്. അതും കൂടി വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ബന്ധുക്കളായിട്ട് ആലോചിച്ചിട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകും. അവിടെ നിന്ന് ബോഡി കിട്ടിയിട്ടുന്ന മുറയ്ക്ക് അവിടെ അറേഞ്ച് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ബന്ധുക്കളുമായിട്ടുള്ള ഒരു ആലോചന നടക്കുകയാണ്. കാരണം ഇത് 3 പേരെയും ഒരുമിച്ച് സംസ്കരിക്കാനുള്ള നടപടികളാണ് അവർ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബന്ധുക്കളുമായി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് നമ്മളോടിപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയായിരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ്റെ ആരോഗ്യനില അത് ഗുരുതരമായി തുടരുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ഒരു 10 മണിയോട് കൂടി ഡോക്ടർമാരിൽ നിന്ന് സംബന്ധിച്ചുള്ള വിവരം ലഭിക്കുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇന്നലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ജിതിനെ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ചികിത്സ അടക്കമുള്ള നടപടികൾ പോകുന്നത്. ഇപ്പോൾ എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾക്കുള്ള ആരംഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ മൃതദേഹം ഇൻക്വസ്റ്റിനായി മോർച്ചറിയിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്കെടുത്ത് അങ്ങോട്ട് മാറ്റുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2ാമത്തെ മൃതദേഹവും ഇപ്പോൾ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. 3 മൃതദേഹങ്ങളും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് എന്തായാലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോവുക. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടത്താൻ ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നത്. 3 പേരെയും ഒരുമിച്ച് സംസ്കരിക്കുക എന്നതാണ് ഇപ്പോൾ വീട്ടുകാരുമായി ആലോചിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ശ്മശാനം ഏതെന്ന് സംബന്ധിച്ചുള്ള തീരുമാനമടക്കം ഇപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പറഞ്ഞത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംസാരിച്ചപ്പോഴും അതാണ് വ്യക്തമാക്കിയത്. എന്തായാലും പ്രതിയുമായുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ട്. വളരെ ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട്.
ഇന്നലെ ഈ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. മറ്റ് 3 പേർക്കും ഈ ആളുകൾ രക്ഷപ്പെടുത്താനായി വീട്ടിലേക്ക് എത്തിയ സമയത്ത് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. അത് ഒരു ജീവന്റെ തുടിപ്പ്, അവർ ശ്വാസമെടുക്കാൻ ശ്രമിക്കുന്ന അടക്കമുള്ളവ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഉഷ ഈ ഒരു ആക്രമണം നടന്നതിന് പിന്നാലെ വീട്ടിൽ വെച്ച് നാട്ടുകാരെത്തി മൃതദേഹം അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് തന്നെ മരിച്ച അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ അടക്കമുള്ളവർ പറഞ്ഞത്. നാട്ടുകാർ ചേർന്നാണ് ഇന്നലെ ഇവരുടെ ആശുപത്രികളിലേക്കും മറ്റും എത്തിച്ചത്. ഉഷ അവിടെ നിന്ന് എടുക്കുമ്പോൾ പോലും ഉഷയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. വേണുവും വിനീഷയും ആശുപത്രിയിലേക്ക് ശരി ആസിഫ്, എന്തായാലും പറവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റും. വിവരങ്ങൾ നൽകിയായിരുന്നു ആസിഫ് മുഹമ്മദ്.